എനിക്ക് ട്രിവാൻഡ്രത്തേക്ക് ട്രാൻസ്ഫർ ആയി. അപ്പൊ ഞാനും കുഞ്ഞും ചെകുത്താന്മാരുടെ പിടിയിൽ നിന്നും രക്ഷിച്ച് സ്നേഹമോളെ ഇവിടെ കൊണ്ടെത്തിച്ചത് ദൈവത്തിന്റെ കാരുണ്യം. മിസ്റ്റർ ശ്യാമപ്രസാദിനോട് മാത്രമായി ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഗംഗയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് മിസ്റ്റർ ശ്യാമപ്രസാദ്. നൗ ഷീ ഈസ് ഗോയിങ് ടു ബി വെരി ഡേഞ്ചറസ് സ്റ്റേജ്. நம்ம ஸ்நேக குட்டிக்கு பிறந்த நாள் வந்துருச்சு. இந்த ஃபங்க்ஷனுக்கு அப்புறம் நமக்கெல்லாம் சேர்ந்து சாப்பிடலாம். ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ക്ലാരമ്മ പഠിപ്പിച്ച പാട്ട്, തിങ്കൾ തിങ്കൾ പാട്ട്. ഞാൻ പാടാൻ പോവാ. സ്നേഹമോളൊരു പാട്ട് പാടാൻ പോവാ. എല്ലാവരും ചേർന്ന് കയ്യെ തട്ട്. Jingle, jingle, little star, how I wonder what you are. Up above the so high, like a diamond in the sky. ഗുഡ് മോർണിംഗ് സ്നേഹമോൾ. ഗുഡ് മോർണിംഗ് ഫാദർ. ഇന്നെന്റെ ബർത്ത്ഡേയാ. ആഹാ. വിഷ് യു ഹാപ്പി ബർത്ത്ഡേ സ്നേഹമോൾ. മോക്ക് ഞാൻ എന്താ തരിക? സൂക്ഷിച്ചു വെച്ചേക്കണം കേട്ടോ. എന്റെ വക പിറന്നാൾ സമ്മാനമാ. ഓടല്ലേ മോളെ, പതുക്കെ. ഈ അനാഥാലയത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കൃത്യമായ ജനനം വെച്ച് ഒരു ജന്മദിനാഘോഷം നടത്തുന്നത്. അവൾ പിറന്നു വീണത് തന്നെ ഞങ്ങളുടെ കൈകളിലേക്കല്ലേ. ആ കുട്ടിയുടെ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും?
ഒരു വിവരവുമില്ല ഫാദർ. ഒരു അനാഥ കുട്ടിയായി വളരാനാവും അതിന്റെ വിധി. പലരും അഡോപ്റ്റ് ചെയ്യാൻ ചോദിച്ചു, ഞങ്ങൾ കൊടുത്തില്ല. ക്ലാരയ്ക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാ. ക്ലാരയ്ക്ക് മാത്രമല്ലല്ലോ, ഇവിടെ എല്ലാവർക്കും ഉള്ളൊരു ചെല്ലക്കുട്ടിയല്ലേ. ഫാദർ വരണം. സിസ്റ്റർ ആഗ്രഹിച്ചതുപോലെ തിരുവനന്തപുരത്തേക്കുള്ള ട്രാൻസ്ഫർ ഓർഡറാ. ഇത്ര ഇമ്മീഡിയറ്റ് ആയിട്ട്? ആ, എത്രയും വേഗം. അവിടുത്തെ ഓർഫണേജിന്റെ കാര്യങ്ങളൊക്കെ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക, എസ്പെഷ്യലി അഡ്മിനിസ്ട്രേഷൻ. സിസ്റ്റർ ചെന്നിട്ട് വേണം എല്ലാം ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കാൻ. ക്ലാരയും കുഞ്ഞും ഒരു സ്പെഷ്യൽ പെർമിഷൻ ഞാൻ പാസ്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബിഷപ്പിന്റെ അനുവാദം കൂടി മതി. ക്ലാരയ്ക്ക് പകരം ഇവിടേക്കൊരു പുതിയ മ്യൂസിക് ടീച്ചറെ അയക്കുന്നുണ്ട്. അപ്പോ ഞങ്ങൾ ഒരുമിച്ചാവും ഇവിടുന്ന് പോകുന്നത് അല്ലേ ഫാദർ? ഭർത്താവ് അനുവദിച്ചാൽ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സിസ്റ്റർ. അങ്ങനെ ആയിക്കോട്ടെ. ആ, ക്ലാര, എനിക്ക് ട്രിവാൻഡ്രത്തേക്ക് ട്രാൻസ്ഫർ ആയി. അപ്പൊ ഞാനും കുഞ്ഞും? നിങ്ങളുടെ ട്രാൻസ്ഫറും ശരിയായിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ചാ തിരുവനന്തപുരത്തേക്ക്. നേരാണോ മദർ? ഫാദർ എബ്രഹാം ശ്രമിച്ചത് കൊണ്ടാ ഇത്ര പെട്ടെന്ന് ശരിയായത്. ഒരുപാട് നാളായി മനസ്സിൽ ആഗ്രഹിച്ചതാ ഈ സ്ഥലമാറ്റം. ജനിച്ച മണ്ണിൽ ജോലി ചെയ്ത് മരിക്കണമെന്ന എന്റെ ആഗ്രഹം. എല്ലാം കർത്താവിന്റെ കൃപ. ഇത് ദൈവത്തിന്റെ സമ്മാനമാ മദർ. സ്നേഹമോളുടെ ജന്മനാളിന് ദൈവം തന്ന സമ്മാനം. ദൈവീക കടാക്ഷമുള്ളവളായവൾ. അല്ലെങ്കിൽ സ്നേഹമോൾ ഇങ്ങനെ ജീവിച്ചിരിക്കില്ലായിരുന്നല്ലോ. ചെകുത്താന്മാരുടെ പിടിയിൽ നിന്നും രക്ഷിച്ച് സ്നേഹമോളെ ഇവിടെ കൊണ്ടെത്തിച്ചത് ദൈവത്തിന്റെ കാരുണ്യം. ഹലോ, ശ്യാമന്ത് ഇവിടെ? കെങ്ങയ്ക്കൊരു ചെറിയ ചെക്കപ്പ് ഉണ്ട്. ഞാൻ 1-2 പ്രാവശ്യം ഇതുവഴി പാസ് ചെയ്തല്ലോ. ഓ, അതെങ്ങനെ കാണുമല്ലേ. വൈഫ് പ്രഗ്നന്റ് ആയതുകൊണ്ട് ടെൻഷൻ മുഴുവൻ ഇപ്പൊ ശ്യാമിനാണല്ലോ അല്ലേ. ദേ, എന്നെ കണ്ടുപിടി, ഒരു ടെൻഷനും ഇല്ല. ഇത് 3ാമത്തെയാ. തനിക്കിത് ആദ്യത്തേതായതുകൊണ്ടാ. പതുക്കെ പതുക്കെ മാറിക്കോളും. അല്ല, ഇവിടെ അഡ്മിറ്റ് ആണോ? അടുത്ത മാസാ ഡേറ്റ്. പക്ഷെ ഇപ്രാവശ്യം ഒന്ന് കയറി ചെയ്യണമെന്നാ ഡോക്ടറുടെ പ്രവചനം. നമ്മുടെ ഹൗസ് വൈഫിന് അഡ്മിറ്റ് ആവണമെന്ന് ഒരേ നിർബന്ധം. വന്ന് അഡ്മിറ്റും ആയി. നമ്മുടെ പേഴ്സ് കാലിയാവുന്നു മിച്ചം. എങ്കിൽ പിന്നെ 2 ലങ്ങ് നിർത്താൻ പാടില്ലായിരുന്നോ? ഈ ചെലവെങ്കിലും കുറയ്ക്കായിരുന്നല്ലോ. അതെങ്ങനെ ശ്യാമേ, രണ്ടും പെണ്ണാ. ഒരാൺതരിക്ക് വേണ്ടിയുള്ള പരക്കമ്പാച്ചിലല്ലേ. 2 പെൺപിള്ളേർക്ക് വേണ്ടി ചെലവാക്കുന്ന കാശ് ഞാൻ ഒരു ആണിന്റെ പേരിൽ തിരിച്ചു മേടിക്കും. നോക്കിക്കോ. ഇതും പെണ്ണാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ അങ്ങ് തറപ്പിച്ച് പറയാതെ ശ്യാമേ. ദിവസവും രാവിലെ പഴവങ്ങാടി ഗണപതിക്ക് ഓരോ തേങ്ങ അടിച്ചിട്ടാ ഞാൻ കോടതിയിലേക്ക് പോവാറ്. അപ്പോൾ അഡ്വക്കേറ്റ് പ്രകാശിന് ഒരു ആൺകുഞ്ഞിനെ തരാൻ ഞാനും പ്രാർത്ഥിച്ചേക്കാം. താങ്ക് യു. ശ്യാമിനൊരു നല്ല കുഞ്ഞിനെ കിട്ടാൻ ഞാനും പ്രാർത്ഥിക്കാം. അല്ല, പ്രകാശ് കോടതിയിലേക്കാണോ? പിന്നല്ലാതെ ഞാൻ എവിടെ പോകാനാടോ. താൻ വക്കീൽ പണി നിർത്തിവെച്ചു, അതുപോലെ എനിക്ക് പറ്റുമോ? പിന്നെ ശ്യാം എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. ആ ഇൻഷുറൻസ് കമ്പനിയുടെ കേസുകൾ എനിക്ക് പിടിച്ചു തരണം. ശ്യാം റെക്കമെൻഡ് ചെയ്താൽ അവരെനിക്കത് തരും. വെറുതെ വേണ്ട, നല്ല കമ്മീഷൻ തരാം. ഒരു അഡ്വക്കേറ്റ് മറ്റൊരു അഡ്വക്കേറ്റിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുക, അതും കമ്മീഷൻ വ്യവസ്ഥയിൽ. കൊള്ളാം. ശ്യാമപ്രസാദിനെ ഡോക്ടർ അന്വേഷിക്കുന്നു. അപ്പോ പ്രകാശ് വയ്ക്കോ, ഞാൻ വിളിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നമുക്ക് ആലോചിക്കാം. ഓക്കെ, ശരി. മേ കമ്മിങ് ഡോക്ടർ? യെസ്.
ഇത് ഡോക്ടർ പോൾസന്റെ റൂമിൽ കൊടുത്തേക്ക്. ഗംഗ ലാബിലാണല്ലേ? ആ ഞാനവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴാണ് മിസ്റ്റർ ശ്യാമപ്രസാദിനോട് മാത്രമായി ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് വിളിപ്പിച്ചത്. എന്താണ് ഡോക്ടർ? ഗംഗയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് മിസ്റ്റർ ശ്യാമപ്രസാദ്. നൗ ഷീ ഈസ് ഗോയിങ് ടു ബി വെരി ഡേഞ്ചറസ് സ്റ്റേജ്. ഏത് നിമിഷം അവൾക്ക് അപസ്മാരം ഉണ്ടാവാം. വരാൻ പോകുന്ന എപ്പിലെപ്സിയുടെ ചില സൂചനകൾ അവളുടെ ടെസ്റ്റുകളിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. ഡോക്ടർ, പ്രത്യേകിച്ച് പ്രഗ്നന്റ് ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ അപസ്മാരം ഉണ്ടായാൽ ഐ കാൺ സേ വാട്ട് എവർ മേ ബി. ഇനി എന്ത് ചെയ്യും ഡോക്ടർ? കുറച്ചു മുൻപായിരുന്നെങ്കിൽ അബോർട്ട് ചെയ്യാമായിരുന്നു. ഇനി അത് പറ്റില്ല. ഈ കുട്ടിക്ക് എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അറിഞ്ഞിടത്തോളം ശ്യാം നല്ലൊരു ഭർത്താവാണ്. ഗംഗയുടെ കാര്യത്തില് നന്നായി കെയർ ചെയ്യുന്നുണ്ട് ശ്യാം, അല്ലേ? പിന്നെ ഗംഗയുടെ ഫാമിലി സെറ്റപ്പ് വളരെ ഹാപ്പിയല്ലേ? അമ്മയില്ലാതെ വളർന്നതല്ലേ? അതിന് അപ്പുക്കുട്ടൻ നായർ വേറെ വിവാഹം കഴിച്ചല്ലോ. അവരിൽ നിന്ന് എന്തെങ്കിലും ഡിസ്റ്റർബൻസ്? യെസ്, അതാണ് പ്രശ്നം. രണ്ടാനമ്മയുടെ നിരന്തരമായ പീഡനമായിരിക്കണം പ്രശ്നം. അതിന് കഞ്ചനാമ്മ ഇപ്പൊ ഇവിടെ ഇല്ല, മുംബൈയിലാണ്. അതുകൊണ്ടിപ്പോ ഞങ്ങൾ രണ്ടാളോ എന്റെ വീട്ടിലാണ് താമസം. നോ, അത് പാടില്ല മിസ്റ്റർ ശ്യാമപ്രസാദ്. രണ്ടാനമ്മയുടെ ശല്യം ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നതാണ് നല്ലത്. ഗംഗയുടെ ഈ ഒരു അവസ്ഥയിൽ അത്തരമൊരു അറ്റ്മോസ്ഫിയർ ഗുണം ചെയ്യും. ഗംഗയെ ഒറ്റയ്ക്ക് ചിന്തിക്കാൻ വിടരുത്, പ്രത്യേകിച്ച് പ്രഗ്നന്റ് ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ. ഞാനിപ്പോ ജോലിക്ക് പോകുന്നില്ല, മുഴുവൻ സമയവും ഗംഗയുടെ ഒപ്പം ഉണ്ട്. അതുകൊണ്ട് ദാറ്റ്സ് ഫൈൻ. ഒരുപക്ഷെ ആ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് മാറി നിന്നതുകൊണ്ടുള്ള അസ്വസ്ഥത ഉണ്ടാവാം. എന്തുകൊണ്ടും അവരോടൊപ്പം താമസിക്കുന്നതാണ് ഇപ്പോ നല്ലത്. ആ, സ്കാനിംഗ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പെൺകുഞ്ഞ. വേണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാം. അല്ലെങ്കിൽ ഒരു പരീക്ഷണത്തിന് തയ്യാറാവുക. എനിക്ക് എന്റെ ഗംഗ വേണം, കുഞ്ഞിനെ. നമുക്ക് ട്രൈ ചെയ്യാം. അത്തരമൊരു പരീക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കാം. ശ്യാമേട്ടൻ ഇവിടെ വന്ന് നിൽക്കുകയാണോ? ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്നെ പറ്റിയായിരിക്കും ചർച്ച. ഏയ്, മിസ്റ്റർ ശ്യാം ഇപ്പോൾ വക്കീൽ പണിയൊക്കെ നിർത്തിവെച്ച് പ്രിയതമെ പരിചരിക്കല്ലേ? അത് ഡോക്ടർ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. സമർത്ഥനായ ഒരു വക്കീല് ഭാര്യയ്ക്ക് കാവലിരുന്ന് വെറുതെ ഭാവി കളയരുതെന്ന്. ഭാര്യയ്ക്ക് വേണ്ടി മാത്രമല്ലല്ലോ, കുഞ്ഞിനും കാവലിരിക്കല്ലേ? അതുകൊണ്ടൊന്നും അല്ല ഡോക്ടറെ, തിരക്കിൽ നിന്ന് മാറി നിന്ന് കുറച്ച് വിശ്രമം. വിശ്രമിച്ച് വിശ്രമിച്ച് ഇത് 3-ാം വർഷമാ. കൃത്യമായി മരുന്ന് കഴിക്കണം. സ്ഥിരം കഴിക്കാറുള്ള മെഡിസിൻസ് കുറച്ചിട്ടുണ്ട്. ഞാനിപ്പോ നോർമൽ അല്ലേ ഡോക്ടർ? ഓൾമോസ്റ്റ്. ഐ എം സാറ്റിസ്ഫൈഡ് ഗംഗ. പിന്നെ എങ്കിലും ശ്രദ്ധിക്കണം. ആ, വെള്ളം കെട്ടിക്കിടക്കുന്നിടത്തൊന്നും പോവണ്ട.